Wow. Good afternoon, all. Good afternoon. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മുടെ എല്ലാവരും PDF ഒന്ന് എടുത്തേക്കാമോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ PDF ഒന്ന് എടുത്തേക്കാമോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ PDF ഒന്ന് എടുക്കുക. നമ്മളത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലെ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്താ പറയാ, സ്റ്റാഫ് എവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്? സ്റ്റാഫിംഗ് പ്രോസസ്സ് വരെ നമ്മൾ എടുത്ത് നിർത്തിയായിരുന്നു, ശരിയല്ലേ? ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും മറന്നുപോയാണ്. ഓർത്ത് നോക്കിയേ, നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റാഫിംഗ് പ്രോസസ്സ് വരെ, ശരിയല്ലേ ഞാൻ പറയാറ്? ശരിയല്ലേ? അപ്പൊ നമ്മള് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ്സ് വരെയാണ് എടുത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. അതായത് 22 ചാപ്റ്റേഴ്സും കൂടി എടുത്ത് തീർക്കാറുണ്ട്. അപ്പൊ ഇതുവരെ വലിയ പ്രശ്നമില്ലാതെ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ മനസ്സിലായി കാണും. എന്തായാലും നമുക്ക് കാണിക്ക് നോക്കാം. എന്താണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ കണ്ടായിട്ടുള്ളതിലെ നഴ്സുമാരൊക്കെ അറിയാം. ഹോസ്പിറ്റലിലാകുമ്പോൾ ഒരുപാട് നഴ്സുമാര് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും തന്നെ എന്താണ് അപ്പോ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, നഴ്സിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് വരാം. നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ ഒരുപാട് നഴ്സുമാരൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കുക. നഴ്സുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്നവരായിരിക്കും. അതായത് ചിലപ്പോ നമുക്കറിയാം ഹെഡ് നഴ്സുമാരുണ്ടാവും, ചിലപ്പോ ട്രെയിനിങ് നഴ്സുമാരുണ്ടാവും, ഒപ്പം തന്നെ അസിസ്റ്റ് ചെയ്യാനുള്ള അല്ലെ, നമ്മുടെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള നഴ്സുമാർ, പാരാമെഡിക്കൽ കോഴ്സ് പോലെയുള്ള ആ കോഴ്സുകൾ പഠിച്ചിട്ട് അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാരാണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള നഴ്സുമാരെ നമ്മൾ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവരുടെ സ്റ്റാഫിംഗ് പ്രോസസ്സും വരെ നമ്മൾ അതിൽ നിർത്തി. പിന്നെ വീണ്ടും പറയാണ്, സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. നിങ്ങൾ ഓക്കെ അല്ലേ? എന്നോട് ഒപ്പം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ റെസ്പോണ്ട് ചെയ്യാത്ത കാരണം കൊണ്ട് ഓക്കെ, ഞാൻ വോയിസ് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഇടയ്ക്ക് കയറിയത് കൊണ്ട് കുഴപ്പമില്ലല്ലോ, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ. വോയിസ് പ്രോബ്ലം ഉണ്ട്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ വോയിസ് പ്രോബ്ലം ഉണ്ടോ? പറയുന്നുണ്ട് എങ്കിൽ എന്നും പറയുന്നുണ്ട്, നോന്നും പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇന്നോടെ ക്ലാസ് എടുത്ത് വരുമ്പോൾ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക. അപ്പോ എന്താ നമുക്ക് പറഞ്ഞു നിർത്തിയത്, നഴ്സിംഗിന്റെ എന്താണ് സ്റ്റാഫിംഗ് ഈസ് എ ലോജിക്കൽ ഓപ്പറേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്. അതുമായിട്ടാണ് പറഞ്ഞു നിർത്തിയത്. അതായത് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നഴ്സുമാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അവർക്ക് ആവശ്യമായ നഴ്സുമാരെ അല്ലെ, ചിലപ്പോൾ ടെക്നിക്കലി നോളജ് കൂടിയ നഴ്സുമാരൊക്കെ ആയിരിക്കും. ചില ഇപ്പോഴത്തെ ഓപ്പറേഷൻ നമ്മൾ തിയേറ്ററിലൊക്കെ പഠിച്ചു. ചിലപ്പോ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ നൂതന ആശയത്തോട് കൂടിയിട്ടുള്ള ഓപ്പറേഷൻ വരെയാണ് നടത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവയർനെസ് കൂടി കിട്ടിയിരിക്കുന്ന നഴ്സുമാരൊക്കെ ആയിരിക്കും ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത് മെനി ഇൻഡിപെൻഡന്റ് ആക്ഷൻസ്, കുറെ അത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അത് നടത്തുന്നത് എന്നുള്ളത്. അതായത് സ്റ്റാഫിംഗ് എന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അതെന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു, recognizing the type and the amount of a nursing care required by the patient. അതായത് നമുക്ക് മനസ്സിലായപ്പോൾ തന്നെ എത്രത്തോളം പേഷ്യൻസ് ഉണ്ട്, അവർക്ക് എത്രത്തോളം നഴ്സുമാരുടെ ആവശ്യമുണ്ട്. ഇപ്പൊ കുറച്ച് പേഷ്യൻസ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അപ്പോയിന്റ്മെന്റ്സ് മതി അല്ലെ. സ്വാഭാവികമായിട്ടും കൂടുതൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ
അധിക കൂടുതൽ നഴ്സുമാരുടെ അപ്പോയിന്റ്മെന്റ്സിന്റെ ആവശ്യകതയാണ്. അപ്പം അതാണ് ഫസ്റ്റ്ലി പറയുന്നത്, റെക്കഗ്നൈസിംഗ് ദ ടൈപ്പ് ആൻഡ് എമൗണ്ട് ഓഫ് നഴ്സിംഗ് കെയർ റിക്വയർഡ് ബൈ ദ പേഷ്യന്റ്. പേഷ്യൻസിന് എത്രത്തോളം ഇത്രയും നഴ്സുമാരെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം, ക്രമീകരിച്ചതിനു ശേഷമാണ് ഈ നഴ്സിംഗ് പ്രോസസ് ഒക്കെ നടക്കുക. സെക്കൻഡ് വൺ പറയുന്നു, സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കൻസ്. അതായത് നമുക്ക് സെലക്ട് ചെയ്യാൻ അല്ലെ, ആപ്ലിക്കൻസ് എത്രത്തോളം ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ആപ്ലിക്കേഷനിൽ നിന്നാണ് എന്താ നമ്മള് സെലക്ഷൻ നടത്തുന്നത്. അപ്പൊ എത്രത്തോളം ആപ്ലിക്കേഷൻസ് കിട്ടിയാലും എത്രത്തോളം പേഷ്യൻസ് ഉണ്ടോ അത്രത്തോളം ആൾക്കാർക്ക് ആവശ്യമായ നഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഇതിൽ പറയുന്നത് സെലക്ടിങ് ആൻഡ് അപ്പോയിന്റിങ് എംപ്ലോയീസ് ഫ്രം അവൈലബിൾ ആപ്ലിക്കേഷൻ. അതിനുശേഷമാണ് അവര് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ എത്രത്തോളം സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. നെക്സ്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻസിൽ നിന്ന് ഈ നഴ്സുമാരെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് ഇൻഡിപെൻഡന്റ് ആക്ഷൻസ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാറ്റേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ പറയണ കുറേശ്ശെ, അതായത് നഴ്സിംഗ് ഫീൽഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ മേഖലകളാണ് ഇതിൽ ഈ ചാപ്റ്ററിലുള്ളത്. എയിം ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കോൺട്രാക്ട് ഓൺ 3 ബേസിക് എലമെന്റ്സ്. ഇതിലെന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, എന്താ ബേസിക് ആയിട്ടുള്ള ഫാക്ടർ വെച്ചുകൊണ്ടുള്ള എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നു, ഹൈ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ സർവീസ്. അതായത് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ പരമോന്നതമായിട്ടുള്ള ഒരു എലമെന്റ്, പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, ഹൈ ക്വാളിറ്റി നഴ്സിംഗ് കെയർ സർവീസ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു നഴ്സിംഗ് സർവീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം, എയിം എന്ന് പറയുന്നത്. Structured but a flexible, stimulating environment with a job satisfaction as well as a chance to develop their knowledge and skill. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും എന്താ പറയുന്നത്, നിങ്ങളുടെ അൺമ്യൂട്ട് ആണോ, നിങ്ങളുടെ അൺമ്യൂട്ട് ആണോ, എക്കോ ഫീൽ ചെയ്യുന്ന മാത്രമേ തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വോയിസ്, നിങ്ങളുടെ മൈക്രോഫോൺ മ്യൂട്ട് ആണെന്ന് പറയുന്നത്. ഓക്കെ, എന്തോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇനി എന്താ പറയുക, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ സ്റ്റിമുലേറ്റിംഗ് environment with a job satisfaction as well as a chance to develop their knowledge and skill. അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വേണ്ടാണ് എന്താണ് ചേഞ്ച്, മാറ്റം വരുത്താറുണ്ട്. സ്റ്റിമുലേറ്റിംഗ് എൻവയൺമെന്റ് വിത്ത് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഇവര് ആ ലക്ഷ്യത്തില്, ആ എയിമിന്റെ ഉള്ളില് പ്രധാനമായിട്ടും പറയുന്നത് നഴ്സുമാര് അവർക്ക് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട്, അതായത് സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ ആ എൻവയൺമെന്റിൽ ആ ഹോസ്പിറ്റലില് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ സംതൃപ്തിയോട് കൂടിയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ, ഘടനയാണ് എന്ത് ആ അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിൽ ഉള്ളതെന്ന് പറയുന്നത്. സ്ട്രക്ചേർഡ് ബട്ട് ഫ്ലെക്സിബിൾ, ഒരു നല്ല ഘടനയുണ്ട്, പക്ഷെ അത് വേണമെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഇത് ജോബ് സാറ്റിസ്ഫാക്ഷൻ, നല്ല രീതിയിൽ നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് ജോബ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾക്ക് വിധേയമാക്കാം. ആസ് വെൽ ആസ് എ ചാൻസ് ടു ഡെവലപ്പ് ദി നോളജ് ആൻഡ് സ്കിൽ. അതോടൊപ്പം തന്നെ എന്താണ് പറയുന്നത്, നഴ്സുമാരുടെ അവരുടെ നോളജ്, അവരുടെ അറിവും അല്ലെങ്കിൽ കഴിവും അതും വളർത്തിക്കൊണ്ട് വരാനായിട്ടും പറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടനയാണ് എന്താ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിൽ ഉള്ളത് എന്ന് പറയുന്നത്. അവരുടെ തന്നെ ഒരു ലക്ഷ്യം കൂടിയാണ്. അതായത് നല്ല ഒരു നഴ്സിംഗ് കെയർ സർവീസിന് വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. അതായത് നല്ല സാറ്റിസ്ഫാക്ഷൻ നഴ്സുമാർക്ക് വേണം, ഒപ്പം തന്നെ അവരുടെ നോളജും അവരുടെ സ്കില്ലും ഡെവലപ്പ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഘടനാപരമായ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റുന്ന തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കും. തേർഡ് വൺ എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രോസസ് കോസിംഗ് ആൻഡ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പാറ്റേൺ ഓഫ് നഴ്സിംഗ് കെയർ സർവീസ് ഇൻ ദ മോസ്റ്റ് പ്രോപ്പർ മാനർ. അതായത് ഇവരെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാര്യക്ഷമതയോടും കാര്യപ്രാപ്തിയോടും കൂടിയിട്ടുള്ള പ്രോസസ്സ് അല്ലെ, നഴ്സിംഗ് പരമാവധികളൊക്കെ ശുശ്രൂഷ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുവന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് തലത്തിൽ നിന്ന് എന്താ പറയുക എത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ സർവീസ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രാക്ടിക്കൽ മാനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിതമായ തരത്തിലുള്ള മാനർ. അതായത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മിതമായ കാര്യങ്ങളൊക്കെ സ്വീകരിക്കാവുന്ന നടപടികളെല്ലാം അവർക്ക് എന്തെങ്കിലും എന്താ പറയുക ഭയങ്കര കർക്കശനമായ നടപടികളൊന്നും ആയിരിക്കില്ല. എന്താ പറയുക മാനേജ്മെന്റ്
അല്ല ബ്രട്ടൽ മാനർ എന്ന് പറഞ്ഞാൽ മിതമായ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടപ്പാക്കുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇതെല്ലാം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ നല്ലൊരു ഭരണഘടനയ്ക്ക് നല്ലൊരു ഇതുണ്ടായിരിക്കും അല്ലെ, നല്ല മാനേജ്മെന്റ് ആണെന്ന് നമ്മൾ പറയില്ലേ, ഇത് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല മാനേജ്മെന്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ സ്ട്രക്ചറിൽ മാറ്റങ്ങളൊക്കെ വരുത്തും. ഒപ്പം തന്നെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മിതമായ നല്ല കർക്കശമായ നിലപാടെടുക്കുന്നവരല്ല, അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റിയുള്ള നഴ്സിംഗ് സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. എന്തൊക്കെ തരത്തിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ്, സ്റ്റാഫിംഗിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്. അതായത് നമുക്കറിയാം ഗുണമേന്മയുള്ള എന്ന അളവിൽ എത്രത്തോളം അംഗങ്ങളുടെ എണ്ണത്തില് എത്രത്തോളം നഴ്സിംഗ് സ്റ്റാഫ്, അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷണൽ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്സ് ഫോർ ദ കൈൻഡ് ഓഫ് സർവീസസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. അതായത് നമുക്കറിയാം ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നഴ്സുമാർ ജസ്റ്റ് പഠിച്ച് ഇറങ്ങുന്നവരാണ് അല്ലെ പൊതുവെ. നഴ്സുമാരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ സർവീസ് കൂടി വരുമ്പോഴാണ്. അപ്പോൾ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സ്യൂട്ടബിൾ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഗിവൺ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്. അവർക്ക് അതിൻ്റെതായ നല്ലൊരു ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഫോർ ദ കൈൻഡ് ഓഫ് സർവീസസ് ദേ ആർ ബീയിങ് മെയ്ഡ് റെഡി ഫോർ. അതായത് എന്ത് സർവീസും ചെയ്യാനായിട്ട് അല്ലെ, നമുക്കറിയാം എല്ലാ സ്റ്റാഫുകൾക്കും ഇപ്പൊ നഴ്സിംഗ് പഠിച്ച സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കാദമിക്കും ഒക്കെ ആയിരിക്കും, പക്ഷെ സർവീസിംഗ് മൈൻഡിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് കുറച്ച് എക്സ്പീരിയൻസിന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് കൂടി അവിടെ നല്ലൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവര് എല്ലാത്തിനും ഫേസ് ചെയ്യാനായിട്ട് അല്ലെ, എല്ലാത്തിനും വേണ്ടിയിട്ട് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്, എത്രത്തോളം ക്വാളിറ്റിയോട് കൂടിയിട്ട് എത്രത്തോളം ഗുണത്തോട് കൂടിയിട്ട് അല്ലെ എത്ര സേവനം ചെയ്യാന്നുള്ളത് അത്രത്തോളം വ്യക്തികളെ നിലനിർത്തുന്നതിനെ വേണ്ടി ബാധിച്ചിരിക്കും. അപ്പൊ നമുക്കറിയാം കുറച്ച് വ്യക്തികൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടവരാണെങ്കിൽ ശരിക്കും മാനേജ്മെന്റിനെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പൊ ക്വാളിറ്റിയിലാണ് കൂടുതൽ കാര്യം ക്വാണ്ടിറ്റിയെ അപേക്ഷിച്ച്. അപ്പൊ അതിനനുസരിച്ച് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് യൂട്ടിലൈസേഷൻ. എന്താണ് ഇതിന്റെ ഉപയോഗം അല്ലെ, അതിനെ എത്രത്തോളം ഉപയുക്തമാക്കാം എന്നുള്ളതാണ് യൂട്ടിലൈസേഷനോട് ഉദ്ദേശിക്കുന്നത്. The nursing staffs must be allotted work in such a way that the knowledge, skills acquired are best used for the purpose they were imparted or trained. അപ്പൊ അതെല്ലാം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും ട്രെയിനിങ്, അതായത് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട് അല്ലെ, അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പകർന്നു കൊടുത്താൽ മാത്രമേ അവർക്ക് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് സ്റ്റാഫ് മസ്റ്റ് അലോട്ടഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ. അവർക്ക് നന്നായിട്ട് തന്നെ വർക്കുകൾക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് നിർദ്ദേശിച്ച് കൊടുക്കുകയാണെങ്കിൽ ദ നോളജ് സ്കിൽസ് അക്വയർഡ്, അവർക്ക് അറിവും അതോടൊപ്പം തന്നെ കഴിവും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ആർ ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദേ വെയർ ഇംപാർട്ടഡ് ഓർ ട്രെയിൻഡ്. അത് ശരിക്കും കിട്ടുന്നത് എങ്ങനെയാ, നല്ലൊരു ട്രെയിനിങ് അല്ലെ, നല്ലൊരു ട്രെയിനിങ് പാറ്റേൺ ആണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇംപാർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുക, അതായത് നല്ല ട്രെയിനിങ് അവർക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കഴിവും നോളജും അവർക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് യൂട്ടിലൈസേഷന്റെ പറയുന്നത്. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ തെരഞ്ഞെടുത്തിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഇതിൽ പറയുന്നത്. ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് നഴ്സിംഗ് സ്റ്റാഫ്സ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ. ഓക്കെ, നിങ്ങൾക്ക് കേട്ടിരുന്നും എന്താ പറയാ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഓടി കയറിവന്ന് ഒരുപാട് പറഞ്ഞിട്ട് ബോറടിക്കുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ലേ? കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് റിപ്പീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. യൂട്ടിലൈസേഷൻ, അതിന്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ്. അതായത് നഴ്സുമാരെ നമുക്ക് അപ്പോയിന്റ്മെന്റിലേക്ക് എത്തി, അപ്പൊ അവരൊക്കെ അവർ ചിലപ്പോൾ ഫ്രഷേഴ്സ് ആയിരിക്കും. അവരെ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്രദത്തിലേക്ക് ആക്കണമെങ്കിൽ എന്താണ്, നമ്മൾക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കേണ്ടത് മസ്റ്റ് അലോട്ടഡ് വർക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നോളജ്, അവർക്ക് നല്ലൊരു നഴ്സിംഗ് സ്റ്റാഫ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല അറിവും അതോടൊപ്പം തന്നെ സ്കില്ലുകൾ വളർത്തിക്കൊണ്ട് അവരുടെ കഴിവുകളൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് എന്ത് കൊടുക്കണം, ബെസ്റ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ദേ വെയർ ഇംപാർട്ടഡ് ഓർ ട്രെയിൻഡ്. അവർക്ക് എന്താ പറയുക, ട്രെയിനിങ് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്.
ടെസ്റ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകർന്നു കൊടുക്കാം. ട്രെയിൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പരിശീലനം അല്ലെ, പരിശീലനം കൊടുത്താൽ മാത്രമേ അവരുടെ നോളജും അവരുടെ കഴിവുകളും നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സിസ്റ്റം ഓഫ് സ്റ്റാഫിംഗ് നോക്കാം. Recognize the nursing care hours needed to care for a patient for a day or for a shift. Staffing relies on a capacity of hospital standards to provide a number of beds and different treatment services. നമുക്കറിയാം അല്ലെ, സിസ്റ്റം സ്റ്റാഫിങ്ങിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഹോസ്പിറ്റലിലെ ഡേ ഡ്യൂട്ടി ഉണ്ടാവും, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അവേഴ്സിലാണ് അവർ പോകുന്നത്, നഴ്സുമാർ പോകുന്നത്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ കാരണം ഓരോ വ്യക്തിക്കും ഇന്ന ഡേയില് ഇത്ര പേഷ്യൻസിനെ ഒക്കെ കൈകാര്യം ചെയ്യണം, അല്ല ഇത്ര അവേഴ്സ് ഡ്യൂട്ടി ചെയ്യണമെന്ന് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ് ആ സിസ്റ്റം എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. റെക്കഗ്നൈസ് ദ നഴ്സിംഗ് കെയർ അവേഴ്സ് നീഡഡ് ടു കെയർ ഫോർ എ പേഷ്യന്റ് ഫോർ എ ഡേ ഓർ ഫോർ എ ഷിഫ്റ്റ്. അവര് എന്താണ് ഈ അവേഴ്സ്, ഇത്ര അവേഴ്സ് നമ്മൾ വേണ്ടിവരും എന്ന് നിർണ്ണയിക്കുന്നത് എങ്ങനെ? ഓരോ പേഷ്യന്റിനും ഓരോ ദിവസത്തില് എന്താ പറയുക, ഒരു ഷിഫ്റ്റില് ഇത്ര പേഷ്യന്റിന് ഇത്ര നഴ്സുമാര് വേണം എന്നുള്ളത് റെക്കഗ്നൈസ് നമ്മൾ ക്രമീകരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. Staffing relies on a capacity of a hospital. Standards provides a number of beds and different treatment services. അത് എങ്ങനെയാണ് അത് തീരുമാനിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണല്ലേ ആ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത അല്ലെ, ആ ഹോസ്പിറ്റൽ എത്രത്തോളം ബെഡിന് അതായത് പേഷ്യൻസിന് ഉൾക്കൊള്ളുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവരുടെ ആ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഈ സ്റ്റാഫുകളെ നമ്മൾ തീരുമാനിക്കുന്നത്. In anticipating nursing workload, a manager must calculate not only the total number of patients to be carried for, but also the proportion in each category: self-care, minimal care, full care, intensive care. അതായത് ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നഴ്സിന് ഇത്ര അവറില് ഇപ്പൊ ഒരു ഡേയില് ഇത്ര മണിക്കൂറൊക്കെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അത് ഇത്ര പേഷ്യൻസിന് ബെഡിന്റെ എന്നൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവിടെ വീണ്ടും പറയുകയാണ്, ആന്റിസിപ്പേറ്റിംഗ് നഴ്സിംഗ് വർക്ക്ലോഡ് മാനേജർ അങ്ങനെ തീരുമാനിക്കുന്ന ഷിഫ്റ്റിംഗ് തീരുമാനിക്കുന്ന വ്യക്തി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മസ്റ്റ് കാൽക്കുലേറ്റ് നോട്ട് ഓൺലി ദ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ്, എത്രത്തോളം ബെഡിലെ പേഷ്യൻസ് ഉണ്ടെന്നുള്ള രീതിയിലല്ല ഈ ഷിഫ്റ്റ് ഡ്യൂട്ടികൾ അല്ലെങ്കിൽ നഴ്സിനെ ചുമതലപ്പെടുത്തേണ്ടത്. ബട്ട് ആൾസോ എന്താണ് പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്, ദ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് കാറ്റഗറി. അതായത് നമുക്കറിയാലോ ഹോസ്പിറ്റലാവുമ്പോൾ ചിലർക്ക് വലിയ പ്രശ്നമില്ല അല്ലെ, ഒരാൾ നഴ്സിന്റെ എപ്പോഴും കെയർ വേണമെന്നില്ല. ചില പേഷ്യൻസിനാണെങ്കിൽ എന്താണ് ചിലപ്പോൾ കെയർ വേണ്ടി വരും. അത് A to Z വരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ നഴ്സുമാരുടെ ഹെൽപ്പ് ആവശ്യമാണ്. ചില എന്താ പറയുക പേഷ്യൻസിന് അതിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് അല്ലെ ഓരോ എന്താ പറയുക രാവിലെ മോർണിംഗില് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ ഇന്റർവെൽസുകളുടെ ഇടയ്ക്ക് മാത്രമേ ആ നഴ്സുമാരുടെ സപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ അത് വ്യത്യസ്തം. ചിലപ്പോൾ ഇഞ്ചക്ഷൻ അവേഴ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കേണ്ട ആവശ്യകതയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ വ്യക്തികളുടെ ഈ ഒരു എന്താ പറയുക ഓരോരുത്തരുടെയും കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കണം ഈ നഴ്സുമാരെ തീരുമാനിക്കുന്നത്. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തത്, മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സെൽഫ് കെയർ, മിനിമൽ കെയർ, ഫുൾ കെയർ, ഇന്റൻസീവ് കെയർ. അതായത് സെൽഫായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. മിനിമം കെയർ കൊടുക്കേണ്ടവരുണ്ടാവും. ഫുൾ കെയർ അത് A to Z വരെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. പിന്നെ ഇന്റൻസീവ് കെയർ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ ഇവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടായിരിക്കണം നഴ്സുമാരെ അലോട്ട് ചെയ്യേണ്ടത്. എത്രത്തോളം പേഷ്യൻസ് ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ട്, അവരെ നോക്കാനായിട്ട് ഇത്ര നഴ്സുമാർ ആവശ്യമുണ്ടോ, അങ്ങനെയൊക്കെ തീരുമാനിക്കേണ്ടത് ഈ പേഷ്യൻസിന്റെ കാറ്റഗറി നോക്കിയിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ബിക്കോസ് കെയർ നീഡ് ഡിഫറെന്റ് ഫ്രം കാറ്റഗറി ടു അനദർ. അതായത് ഓരോ കാറ്റഗറിക്കും വ്യത്യസ്ത തരത്തിലുള്ള ശുശ്രൂഷയുടെ ആവശ്യകത ഉണ്ട്. ബിക്കോസ് കെയർ നീഡ്സ് ഡിഫർ ഫ്രം കാറ്റഗറി ടു അനദർ. അപ്പോ അതാണ് സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്ങില് പറയുന്നത്. സിസ്റ്റം ഓഫ് സ്റ്റാഫിങ്ങില് പറയുന്നത് നഴ്സുമാരെ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ പറയുക പേഷ്യൻസിന്റെ എണ്ണത്തിന്റെ ബേസിലല്ല, അവരുടെ എന്താ പറയുക അവർക്ക് ആവശ്യമുള്ള ഒരു സേവനത്തിന്റെ മേഖലയും കൂടി കൺസിഡർ ചെയ്ത് പരിഗണിച്ചിട്ട് വേണം ഈ നഴ്സുമാരെ അവിടേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഹലോ
കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ടൈപ്സ് ഓഫ് പേഷ്യന്റ് കെയർ ഇൻക്ലൂഡ്സ്. എന്തൊക്കെ തരത്തിലുള്ള പേഷ്യൻസ് കെയർ ആണ് വേണ്ടത് എന്നുള്ളതാണ്. ഡയറക്റ്റ് കെയർ ഉണ്ട്, ഇൻഡയറക്റ്റ് കെയർ ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട മാറ്റർ തന്നെയാണ് അവിടെ പ്രത്യേകിച്ചും എടുത്ത് പറയുന്നത്. എന്താണ് ഡയറക്റ്റ് കെയർ എന്ന് നോക്കാം. Is the care given by nursing staff while working in the presence patient and related to the patient physical and physiological preparedness. അതായത് നമുക്കറിയാം ഓരോ നഴ്സുമാരുടെ അവരുടെ വർക്കിംഗ് എന്ന് പറയുന്നത്, അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ഫിസിക്കലായിട്ട് ശരിക്കും ശാരീരികമായ പ്രോബ്ലംസ് ആയിരിക്കും. ചിലർക്ക് നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവരെ പ്രധാനമായിട്ട് ശാരീരികമായ വൈകാരികളെക്കാൾ കൂടുതൽ ചിലപ്പോഴെങ്കിൽ അവർക്ക് പ്രശ്നമൊക്കെ കൂടുതൽ മാനസികമായ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അവർക്ക് കെയർ കൊടുക്കേണ്ടത് ചിലപ്പോൾ മെഡിസിൻസ് മാത്രമല്ല, അവർക്ക് എന്താണ് നമ്മളുടെ ഫിസിയോളജിക്കലായിട്ടുള്ള സപ്പോർട്ട് കൂടി ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കെയർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ? ഡോക്ടേഴ്സിനും ആണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും അതനുസരിച്ചിട്ട് വേണം പേഷ്യന്റിനോട് ഡീൽ ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത് ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ പേഷ്യൻസ് ആൻഡ് പ്രസൻസ് പേഷ്യൻസ് ആൻഡ് റിലേറ്റഡ് ടു ദ പേഷ്യന്റ് ഫിസിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ റിക്വയർമെന്റ്. നെക്സ്റ്റ് വീണ്ടും പറയുന്നു ഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് ഫീഡിംഗ്, ട്രീറ്റ്മെന്റ്, മൊബിലിറ്റി ആൻഡ് മെഡിറ്റേഷൻ ആൻഡ് ദ more dependent the patient is on the nurse to conduct related activity, the more hours of nursing care is required for the patient. അതായത് ചില പേഷ്യൻസിന് എന്താണ് അവർക്ക് എല്ലാം ചെയ്തു കൊടുക്കണം അല്ലെ? ഫീഡിങ് ഫുഡ് വരെയും കൊടുക്കാൻ നമ്മൾ ചിലപ്പോൾ റൈസ് ട്യൂബൊക്കെ യൂസ് ചെയ്യേണ്ടൊക്കെ ആയിട്ട് വരും. അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് സാധാരണ രീതിയിൽ എല്ലാവരെയും പോലെ ഫുഡൊന്നും എടുക്കാനായിട്ട് സാധിക്കില്ല. അതേമാതിരി ട്രീറ്റ്മെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സർവീസ് അവർക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്യണമല്ലേ, ഷിഫ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സേവനത്തിന്റെ ആവശ്യമാണ്, മെഡിറ്റേഷൻ കൊടുക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ അവർക്ക് ചിലപ്പോൾ ഓറലി നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ നഴ്സുമാരുടെ സാമീപ്യമൊക്കെ ആവശ്യമുണ്ടാവില്ല. ചിലപ്പോൾ മെഡിസിൻ കഴിക്കണമെങ്കിൽ തന്നെ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുണ്ടാവും. And the more depend the patients is on the nurse to conduct റിലേറ്റഡ് ആക്ടിവിറ്റി. അത് അവരുടെ ആ ആക്ടിവിറ്റിക്കും അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ ഫിസിയോതെറാപ്പി പോലത്തെ എന്തെങ്കിലും കാര്യം കൊണ്ടൊക്കെ ട്രീറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ പേഷ്യന്റിന്റെ അവസ്ഥ വെച്ചിട്ടാണ്. ദ മോർ അവേഴ്സ് ഓഫ് നഴ്സിംഗ് കെയർ ഈസ് റിക്വയർഡ് ഫോർ ദ പേഷ്യന്റ്. ഡയറക്റ്റ് കെയർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള അവേഴ്സ് ഈ പേഷ്യന്റിനോട് കൂടി നഴ്സ് ചെലവഴിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാറ്റർ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് കെയർ എന്തായിരിക്കും? നമുക്കറിയാം അധികം എന്താണ് ഈ പേഷ്യന്റിനായിട്ട് ചെയ്യേണ്ട വരില്ല അല്ലെ? പേഷ്യന്റിനോട് കാണിക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനത്തെ ഒരു രീതിയാണ് ഇൻഡയറക്റ്റ് കെയർ. എന്താ നോക്കാം. Those measures undertaken on the patient behalf but removed from his presence. ഇൻഡയറക്റ്റ് അത് നമുക്ക് നമ്മളുടെ പ്രസൻസ് ഒന്നും നഴ്സുമാരുടെ പ്രസൻസ് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ലാത്ത രീതിയിലാവാം. പക്ഷെ നോക്കാം, ഇൻഡയറക്റ്റ് കെയർ കൺസിസ്റ്റ് ഓഫ് അസംബ്ലിംഗ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്, സീക്കിംഗ് അഡ്വൈസ് വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, റിപ്പോർട്ടിംഗ് ആൻഡ് കൺസ്ട്രക്ടിംഗ് ഡിസ്ചാർജ് പ്ലാൻസ് എക്സെട്ര. അതായത് നമുക്കറിയാം അല്ലെ, ചില നഴ്സുമാർക്ക് കുറച്ച് ഡ്യൂട്ടികൾ ചില പേഷ്യൻസിനെ അങ്ങനെ ഓർത്താൽ മതി. പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നവർക്ക് നോക്കിയാൽ മതി. നഴ്സുമാരുടെ സേവനം കുറച്ചധികം വേണ്ടി വരും അല്ലെ? ചില സമയത്തൊന്നും വേണ്ടി വരില്ല, പക്ഷെ ഇൻ കേസ് ചില ഡിസ്ചാർജ് സമയത്തൊക്കെ നമുക്ക് വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മെഷീൻസ് ഒക്കെ അവർ ഉപയോഗിക്കേണ്ടതൊക്കെ ആയിട്ട് പറയും. ചിലപ്പോ എന്താ പറയാ, ശ്വാസം സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഹേലർ ഉപയോഗിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഉപകരണങ്ങളെല്ലാം അവരെ നിർദ്ദേശിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ മേടിപ്പിക്കും അല്ലെ? പേഷ്യൻസിനെ കൊണ്ടൊക്കെ കളക്ട് ചെയ്യിപ്പിക്കും. അപ്പൊ അതാണ് ഇവിടെ പറയുന്ന സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് നഴ്സുമാരായിരിക്കും. തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതെല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. സീക്കിംഗ് അഡ്വൈസ്, ഇന്ന രീതിയിൽ നിങ്ങൾ ഭക്ഷണം എടുക്കണം, നിങ്ങൾ ഇന്ന സമയത്ത് കഴിക്കണം, മെഡിസിൻ ഇങ്ങനെ കഴിക്കണം, അതൊക്കെ അവരെ നമ്മളോട് പറഞ്ഞു തരും അല്ലെ? വിത്ത് അതർ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ്, മറ്റേ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സിനോട് കൂടിയിട്ട് നിങ്ങളിപ്പോ ഇൻ കേസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ടൊക്കെ കാണിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് മാറ്റേഴ്സ് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഒപ്പം തന്നെ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് പേഷ്യന്റ് റെക്കോർഡ്സ്, അതേമാതിരി തന്നെ നമ്മൾക്ക് അല്ലെ എഴുതി കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. ചിലപ്പോൾ റെക്കോർഡ്സുകളെല്ലാം കീപ്പ് ചെയ്ത് വെക്കേണ്ടതിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ എഴുതി വെക്കേണ്ടതായിട്ട് വരും. റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട വരും, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡിസ്ചാർജ് പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് എങ്ങനെയാണ് ഡിസ്ചാർജ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യേക ഒരു ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്.
അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴും അതൊരു ഇൻഡയറക്റ്റ് കെയർ തന്നെയാണ്. പക്ഷെ പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫുള്ളി കെയർ, ഡയറക്റ്റ് കെയർ പോലെയുള്ള ഫംഗ്ഷൻ അല്ല അവിടെ നടക്കുന്നത്. പക്ഷെ അവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ടാണ് പറയുന്നത് ടൈപ്പ് ഓഫ് പേഷ്യന്റ് കെയറിൽ രണ്ട് തരത്തിലുണ്ടാവാം, ഡയറക്റ്റ് കെയറും ഇൻഡയറക്റ്റ് കെയറും. ഓക്കെ, പ്രശ്നമില്ലാത്ത, വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, എന്താ സ്റ്റാഫ് ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. ഓക്കെ, സ്റ്റാഫ് ഡെവലപ്മെന്റിലേക്ക് നോക്കാം. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്? ഇസ് ദ പ്രോസസ് which is directed towards the personal as well as the professional growth of a nurse and other staffs while they are employed by the healthcare. It refers to all the training and education provided to 3:30 വരെ ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് മാക്സിമം ക്ലാസ് എടുക്കാം. പരമാവധി വലിയ പക്ഷെ നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ ക്ലാസ് കയറിയിട്ടല്ലോ. ബോറായി തുടങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാം. എന്നാലും ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് 2 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്. പരമാവധി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാണ്ടോ. പരമാവധി എടുക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ക്ലാസ് ടൈം 3:30 വരെയാണ്. അപ്പൊ അതുവരേക്കും വലിയ പ്രശ്നമില്ലാതെ പോവുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഡൗട്ടുകൾ ക്ലിയർ ചെയ്തും പോകാം. എനിക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എടുത്തു കഴിഞ്ഞു അല്ലെ. നമുക്ക് ഇനിയുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലേബർ റൂം. ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് ലേബർ റൂമില്. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴേക്കും ലേബർ റൂം ഒന്ന് എടുത്ത് കയ്യിൽ വെച്ചിരിക്കാം. ഇത് എത്രത്തോളം തീരുന്നെന്ന് നോക്കാം. ചെറിയൊരു ബ്രേക്ക് തന്നെ എന്ന് പറയുന്നതല്ലേ. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് 5 മിനിറ്റ് നിങ്ങളൊന്ന് ബ്രേക്ക് എടുത്തോ, ശരിയായിരിക്കാം. നിങ്ങൾ കണ്ടിന്യൂസ് ആണോ? ഞാൻ ഇപ്പോൾ ഒന്ന് കയറി വന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നതാണ് ഞാനും. എനിവേ, എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് തരാം.
ഹലോ, ചെറിയൊരു ബ്രേക്ക് കിട്ടിയില്ലേ? 5 മിനിറ്റിന്റെ ബ്രേക്ക് തന്നോ? എല്ലാവരും എത്തിയോ? അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ക്ലാസ്. നമ്മൾ ആദ്യം നടത്തിയത് എന്താണ്? കെയറിന്റെ കാര്യങ്ങൾ, ഡയറക്റ്റ് കെയർ, ഇൻഡയറക്റ്റ് കെയർ ഒക്കെ പറഞ്ഞു. ഇനി എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് which is the directed towards the personal as well as a professional growth of a nurse and other staff while they are employed by the company. അതായത് സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ്, സ്റ്റാഫിന്റെ വളർച്ച എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനിങ് മേഖല കൊടുത്താൽ മാത്രമേ ഇവർക്ക് കൂടുതലായിട്ട് വളരാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത്. സ്റ്റാഫ് ഡെവലപ്മെന്റ് is the process which is directed towards the personal as well as the professional growth of a nurse and other staffs while they are employed by the company. അതായത് മറ്റുള്ള സ്റ്റാഫുകളോടൊപ്പം തന്നെ ഇപ്പൊ നമുക്ക് പുതിയ ഒരു സ്റ്റാഫിനെയാണല്ലോ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ സ്റ്റാഫിന് നമുക്കറിയാം, ഇപ്പോഴത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പഠിച്ചു വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മള് പഠിച്ചിറങ്ങുന്ന വ്യക്തികൾക്ക് എന്താണ് ആക്ച്വലി ഇതിന്റെ ഒന്നും എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് എന്താണ് നല്ലൊരു ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ അവരുടെ കഴിവുകളെല്ലാം വർദ്ധിക്കുള്ളൂ. അപ്പൊ സ്റ്റാഫ് ഡെവലപ്മെന്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ പേഴ്സൺ ആസ് വെൽ ആസ് എ പ്രൊഫഷണൽ ഗ്രോത്ത്, പ്രൊഫഷണലായിട്ട് അവർക്ക് ഗ്രോത്ത് വളർച്ചയുണ്ടാവണമെങ്കിൽ അല്ല അതർ സ്റ്റാഫ് വൈൽ ദേ ആർ എംപ്ലോയ്ഡ് ബൈ ദ പ്രത്യേക അവരോടൊപ്പം തന്നെ മറ്റ് സ്റ്റാഫുകളോടൊപ്പം തന്നെ അവര് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവണം. ഇറ്റ് റെഫേഴ്സ് to all the training and education provided to enhance the job related and the personal knowledge, skills and mentalities of vested employees. അപ്പൊ ഇതെല്ലാം എന്താണ് ഈ ഇത്തരത്തിലുള്ള സ്കില്ല്, അവർക്ക് നല്ല കഴിവ് അല്ലെങ്കിൽ നല്ല പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും നോളജ് അവർക്കൊക്കെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം. ഇറ്റ് റെഫേഴ്സ് ഓൾ ദി ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, നല്ലൊരു ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെയുള്ള പഠനങ്ങൾക്കും അവർക്ക് പ്രദാനം ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ടു എൻഹാൻസ് ദ ജോബ് റിലേറ്റഡ്, അതായത് അവർക്ക് നമുക്കറിയാലോ ചില ഹോസ്പിറ്റലുകളിൽ ഏതൊക്കെ ഡ്യൂട്ടിയാണ് നിർവഹിക്കാന്ന് വെച്ചതിന് ആ ഹോസ്പിറ്റലിന്റെ രീതി അനുസരിച്ചിരിക്കും. അപ്പൊ ആ ഹോസ്പിറ്റലില് ഇന്ന ജോബാണ് പ്രധാനമായിട്ടും, അതാണ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ട്രെയിനിങ് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നോളജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ അവരുടെ സ്കില്ല് വളർത്തിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന്റെ മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നഴ്സുമാർ എന്നൊക്കെ പറഞ്ഞ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ സ്കിൽഡ് മാത്രം പോരാ, അവർക്ക് മെന്റലി അതിനെ എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി വേണ്ടല്ലേ ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ്. അപ്പൊ അവിടെ എന്താണ് നമുക്കറിയാം, ചിലപ്പോൾ ബ്ലഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, ചിലപ്പോ ചില പേഷ്യൻസ് ചിലപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കും. അങ്ങനെ അപ്പൊ അവരെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും കൂടി അവർക്ക് ഉണ്ടായിരിക്കണം, നഴ്സുമാർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. സ്കിൽസ് ആൻഡ് മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ്, അതും കൂടി എന്താണ് ഈ എംപ്ലോയീസിന് ആവശ്യമാണ്. അപ്പൊ അത് അവരുടെ ഡെവലപ്മെന്റിന് ആവശ്യമുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്, ഇതിന്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഇനി എൻഹാൻസ്, ഇതിൽ എന്താ പറയുന്നത്, സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ആ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. എൻഹാൻസ് ദ എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി, അതായത് അവർക്കുള്ള ഇവിടുത്തെ നമ്മുടെ നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞ സർവീസ് അല്ലെ, ആ സർവീസ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ensure staff safe and actual patient care by nurses, അതായത് അവർക്ക് സേഫ് ആയിട്ടും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള പേഷ്യൻസിന്റെ കെയർ കൊടുക്കാനായിട്ടുള്ള ഉറപ്പ് ഈ നഴ്സുമാരിൽ നിന്ന് അവർക്ക് അത്തരത്തിലുള്ള കഴിവ് കൊടുക്കാനായിട്ട് സാധിക്കും. then ensure satisfactory job performance by staff, സ്റ്റാഫുകൾക്ക് നല്ല പെർഫോമൻസ്, നല്ല എന്താ പറയുക, നല്ല രീതിയിലുള്ള സർവീസ് കാഴ്ചവെക്കാനുള്ള ഒരു, അല്ലെങ്കിൽ അവർക്ക് നല്ല സാറ്റിസ്ഫൈഡോട് കൂടിയിട്ട് നല്ല സംതൃപ്തമായിട്ടുള്ള രീതിയിൽ ജോലിയിലേക്ക് പെർഫോം ചെയ്യാനായിട്ട്, എന്താണ് പ്രതിഫലിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും, ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. then orient the person towards their care objectives, job duties, personal policies, അതായത് പേഴ്സണൽ ആയിട്ടുള്ളത് വ്യക്തിപരമായിട്ടുള്ള ഒരു കെയർ അല്ലെങ്കിൽ ജോബ് ഡ്യൂട്ടിയോടുള്ള ആത്മാർത്ഥത എന്നൊക്കെ പറയുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള കുറെ നയങ്ങൾ രൂപീകരിക്കാനൊക്കെ ആയിട്ട് ഇവർക്ക് സാധിക്കും. അതായത് നല്ലൊരു ട്രെയിനിങ് കിട്ടിയാൽ കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും പറയുന്നത്.
അപ്പൊ അവർക്ക് ആ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് അവർക്ക് കുറച്ച് നോളജ് വർദ്ധിക്കും, അവരുടെ സ്കില്ല് വർദ്ധിക്കും. അപ്പം എന്താ പറയുക, മെന്റലി അവർക്ക് എല്ലാത്തിനും ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അതെല്ലാം എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. ഓക്കെ, എൻഹാൻസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, അത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്, അതായത് നഴ്സുമാർക്ക് അവർക്ക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കെയർ ഒക്കെ കൊടുക്കാനായിട്ട് ഇത്തരം നഴ്സുമാർക്ക് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടിയ നഴ്സുമാർക്ക് സാധിക്കും. എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ്, അവർക്ക് നല്ല രീതിയിൽ തന്നെ സംതൃപ്തിയോട് കൂടിയിട്ട് ഈ ജോബിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ പറയാണ് ജോബിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്താ പറയുക മറ്റുള്ളവരുടെ എന്താ പറയുക നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ട് ട്രെയിൻ ചെയ്ത് കുറച്ച് നോളജ് ഒക്കെ സമ്പാദിച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമ്പോൾ എന്താണ് അതിന് കൂടുതൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് നന്നായിട്ട് അവരോട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവരുടെ പേഴ്സണൽ റിവേഴ്സ് കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്, എല്ലാ നയങ്ങളൊക്കെ അവർക്ക് അവരുടേതായ രീതികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടാവും. കണ്ടിന്യൂ ചെയ്യാലോ. ഇത് നഴ്സിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്താ പറയുക വളരെ നമുക്ക് അറിയാവുന്ന ഒരു മേഖല തന്നെയാണ്. അതായത് നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസും അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനേക്കാളും ഇഷ്ടം കൂടി എളുപ്പമുണ്ട്. താഴേക്ക് വരുന്ന പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. അതായത് സ്റ്റാഫ് എന്താ പറയുക ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ, ലക്ഷ്യങ്ങൾ പറയുമ്പോൾ എൻഹാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കുക. എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയുള്ള ജോലിക്കാരുടെ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് ആയതുകൊണ്ട് അവരുടെ സേവനങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എൻഷുർ സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ് കെയർ ബൈ നഴ്സസ്. എൻഷുർ എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. സേഫ് ആൻഡ് ആക്ച്വൽ പേഷ്യന്റ്, സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുരക്ഷിതമായിട്ടും, ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ടുള്ള അല്ലെ നല്ല കൃത്യമായിട്ടുള്ള ഓരോ പേഷ്യന്റിന്റെ കെയർ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. എൻഷുർ സാറ്റിസ്ഫാക്ടറി ജോബ് പെർഫോമൻസ്, അതായത് നഴ്സിംഗ് എന്ന ജോബിൽ അത് വളരെ സന്തോഷത്തോടെ നമ്മൾ തൃപ്തിയോട് കൂടിയിട്ട് കാഴ്ചവെക്കാനായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്? സ്റ്റാഫിന് നല്ല ഡെവലപ്മെന്റ് കൊടുക്കുന്നത്, അതായത് സ്റ്റാഫ് ഡെവലപ്മെന്റ്, അതായത് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിലാണ് ഇത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് നേടാനായിട്ട് സാധിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നു ഓറിയന്റ് ദ പേഴ്സണൽ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, അതേമാതിരി തന്നെ പേഴ്സണൽ പോളിസീസ്. നാലാമതായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് തന്നെ ഈ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതേമാതിരി തന്നെ ജോലിയോടുള്ള പ്രതിബദ്ധത എന്നൊക്കെ പറയുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കഴിവുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഓറിയന്റ് പേഴ്സൺ ടുവേർഡ്സ് ദെയർ കെയർ ഒബ്ജക്റ്റീവ്സ്, ജോബ് ഡ്യൂട്ടീസ്, പേഴ്സണൽ പോളിസീസ്. ഓക്കെ, ഞാൻ അവിടെ ബി എന്നുള്ളത് തന്നിട്ട് എന്താണെന്ന് നോക്കിയതാണ്, അത് മിസ്റ്റേക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള നയം രൂപീകരിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയോ? നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്താണ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ടൈപ്പുകൾ നമ്മൾ നോക്കാം. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡിങ്ങിലാണ് നമുക്ക് അതാണ് മനസ്സിലാക്കിയിരിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പൊ ഇതില് പറയുന്നതും അങ്ങനെ തന്നെയാണ്. അതായത് ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് കിട്ടുമ്പോഴാണ് ഇവർക്ക് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് പറയുന്നത് ഈ ട്രെയിനിങ് കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒബ്ജക്റ്റീവ്സ് അവർ നേടുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഏത് തരത്തിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നതെന്നുള്ള ഹെഡിങ് ആണ് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. പക്ഷെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു മീനിങ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആകും. അതുകൊണ്ടാണ് അത് പ്രശ്നം വരുന്നത്. ടൈപ്പ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷെ ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞത് ഇത് പറയുന്നത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. നോക്കാം, എന്താണ് ഇൻഡക്ഷൻ ട്രെയിനിങ്. പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയുക ഹെഡിങ് കൂടി വന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും ഇത് തന്നെയാണെന്ന് മെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെഡിങ്സ് കൊടുക്കുന്നത്. ടൈപ്പ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ് നോക്കാം. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ട്രെയിനിങ് ഈസ് ദ ട്രെയിനിങ് ഗിവൺ ടു ന്യൂ എംപ്ലോയ് ബൈ ദ എംപ്ലോയർ
in order to help in adjustment to their new job and familiarities with their new work environment and the people who are working around them. അതായത് ഇൻഡക്ഷൻ ട്രെയിനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എംപ്ലോയീസ് നമുക്കറിയാം നഴ്സിംഗ് നമ്മളെ ആലോചിച്ചാൽ മതി പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥി അല്ലെ ആ വ്യക്തിക്ക് ജോലി ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുന്ന ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ വരുമ്പോഴെന്താണ് ഗിവൻ ന്യൂ എംപ്ലോയീസ് ബൈ ദ എംപ്ലോയർ ഇൻ ഓർഡർ ടു ഹെൽപ്പ് അഡ്ജസ്റ്റ്മെന്റ് ടു ദെയർ ന്യൂ ജോബ്. അവർക്ക് പുതിയ ജോലിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറെ അഡ്ജസ്റ്റ്മെന്റ് കുറെ അവരെ സഹായിക്കും. എന്താണ് അത് അങ്ങനെ സഹായിക്കുന്നത്? ജോബ് ആൻഡ് ഫെമിലാരിറ്റീസ് വിത്ത് ദെയർ ന്യൂ വർക്ക് എൻവയൺമെന്റ്. അതായത് പുതിയ വർക്കിലേക്ക് അവരെ ഇൻവോൾവ് ചെയ്യാനായിട്ട് ആ വർക്കും ഫെമിലാരിറ്റീസ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം തന്നെ അവർ കൂട്ടും. അതായത് ജോലി നിലവിലുള്ള ജോലിക്കാരെ കൂടെ ന്യൂ ജോബ് ആയിട്ടുള്ള വ്യക്തിയെ കൂടി അതിൽ കൂടെ കൂട്ടും. ആൻഡ് ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് അറൗണ്ട് അവരോടൊപ്പം തന്നെയായിരിക്കും എന്ത് മറ്റു വ്യക്തികളും ജോലി ചെയ്യുന്നത്. അതിൽ നിന്നും ആ വ്യക്തിക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കല്ലേ? മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചറിഞ്ഞോ അല്ലെങ്കിൽ ചെറുതാരൊക്കെ ചെയ്ത് നോക്കിയോ അവർക്ക് എന്തെങ്കിലുമൊക്കെ നോളജ് ഒക്കെ നേടിയെടുക്കാൻ സാധിക്കണല്ലേ? സാധാരണയായിട്ടുള്ള അക്കാദമിക് ക്വാളിഫിക്കേഷന് വ്യത്യസ്തമായിട്ട് ട്രെയിനിങ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് എന്ത് ഇൻഡക്ഷൻ ട്രെയിനിങ്. നെക്സ്റ്റ് ജോബ് ഓറിയന്റേഷൻ. ഇതെന്താ നോക്കാം. ഇതില് ജോബ് ആണ്, പക്ഷെ അതായത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജോലി ആണ് എന്നുള്ള രീതിയിലാണ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഹിസ് ഹെയർ റോൾ. അതിന്റെ റോൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ശരിക്കും പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിന്റെ റോൾ എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ന്യൂ വർക്ക് സിറ്റുവേഷൻസ്. അതായത് പുതിയ സിറ്റുവേഷൻസിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോയി എന്താ ചെയ്യുന്നത്? ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട റോള്. അതായത് നമുക്കറിയാലേ പുതിയൊരു അപ്പോയിന്റ്മെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ റോള്, നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇന്ന പേഷ്യൻസിന് ഇന്ന രീതിയിലൊക്കെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ള കാര്യങ്ങളെല്ലാം അവരോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറണം. പേഷ്യൻസിനോടുള്ള റിലേഷൻഷിപ്പ്, ഡോക്ടേഴ്സിനോടുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവര് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇതെന്താണ് ആക്ച്വലി പക്ഷെ ഒരു ജോബ് റിലേറ്റഡ് കൂടിയാണ്. ഇതൊക്കെ ജോലിയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് അവെയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓഫ് ഹിസ് ഹെയർ റോൾ, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്പ്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ റോൾ എന്താന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്താന്ന് പറയുന്നുണ്ടോ, ഒപ്പം തന്നെ എന്താ പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരോടൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൂടി അവിടെ പറയുന്നുണ്ട്. The new workstations. It is an individualized training program made to get a newly hired employee more familiarized with their responsibility. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂലി ഹയർഡ് എംപ്ലോയീസ്, പുതിയതായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന എംപ്ലോയീസിന് കൂടുതലായിട്ട് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഇടപെടുന്ന ഒരു മാനറിലേക്ക് ആക്കി മാറ്റുന്നുണ്ടാവും. അപ്പൊ ആ ഫെമിലാരിറ്റീസും കൂടി അവരുടെ റെസ്പോൺസിബിലിറ്റീസും അല്ലെങ്കിൽ അവരുടെ റോളും ഒക്കെ ഇതിലൂടെയാണ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇത് ജോബ് ഓറിയന്റേഷനിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് പറഞ്ഞു. അതിൽ നമ്മൾ ജോബും റോളും ഒന്നും പറയുന്നില്ല. ആക്ച്വലി മറ്റുള്ള വർക്കേഴ്സിന്റെ ഒപ്പം പോയി നടന്ന് അവരിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും ചെയ്തിട്ട് നോക്കിയൊക്കെ പഠിക്കുകയാണ് ചെയ്തത്. പക്ഷെ നെക്സ്റ്റിൽ എന്താ പറയുന്നത് ജോബ് ഓറിയന്റഡ് ആണ്. ആ വ്യക്തിക്ക് ഇന്ന റോളാണ്, ഇന്ന ഉത്തരവാദിത്തങ്ങളാണ്, ഇന്ന റിലേഷൻഷിപ്പ് ഒക്കെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. അതേമാതിരി തന്നെ പുതിയ എന്താ പറയാ ഈ രീതിയിലൊക്കെ ഇവിടെയൊക്കെയാണ് നിങ്ങൾ പരിചരിക്കേണ്ടത്. ആ പ്ലേസുകളൊക്കെ അവരെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയാണ് എന്ത് ജോബ് ഓറിയന്റേഷനിൽ വരുന്നത്. ഇനി തേർഡ് വൺ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. തേർഡ് വണ്ണിൽ എന്താ പറയുന്നത് സർവീസ് എഡ്യൂക്കേഷൻ. An educational experience planned before to provide in the job setting and closely identified with the service in order to help a person discharge his duties more effectively as a person as a worker. അതായത് ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഇതുമാതിരി തന്നെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് പ്ലാൻ അവർക്ക് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോ എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള നഴ്സിംഗ് എക്സ്പീരിയൻസുകളും എഡ്യൂക്കേഷനിലൊക്കെ ഉണ്ടാവും. കൂടുതലും ചിലപ്പോൾ ചെയ്യുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുകൂടി പഠിച്ച് ചിലപ്പോൾ നഴ്സുമാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവരുടെ കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ അവര് എന്താ പറയുക എംപ്ലോയർ ജസ്റ്റ് നോക്കിയിരിക്കും. അതാണ് പറയുന്നത് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് പ്ലാൻഡ് ബിഫോർ ടു പ്രൊവൈഡ് ഇൻ ദ ജോബ് സെറ്റിംഗ്. അവർക്ക് ജോബ് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഇന്ത്യൻ രീതികളിലുള്ള എഡ്യൂക്കേഷൻ ഇവർക്ക് കൊടുക്കണം. അപ്പൊ ഇവര് ഏബിൾ ആണോ എന്നൊക്കെ നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവര് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിരിക്കും ഈ ജോബ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ്. And closely identified with the service in order to help a person discharge his duty more effectively as a person and as a worker. അപ്പൊ ഇവർക്ക് അത് കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ ഇവരുടെ സർവീസ് നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഇത്രയും ടാർഗറ്റ് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇനി അതിൽ കൂടുതൽ കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, കൂടുതൽ ഏബിളായിട്ട് ഇത് ചെയ്തു തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആ ഒരു ചെക്കിംഗ് കൂടി ചെയ്യുന്ന ഒരു രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംഭവമാണ് in service education. And education experience planned before to provide in the job setting and closely identified with the services in order to help a person discharge his duty. അതിൽ നിന്ന് അവർക്ക് വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും, ക്ലോസ്ലി അവർ ഐഡന്റിഫൈ ചെയ്യും. മോർ എഫക്റ്റീവ്ലി ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ മാർക്കർ. ഇൻ കേസ് എന്തെങ്കിലും കാര്യം കൂടുതൽ കാര്യക്ഷമമായിട്ട് അവരെ പ്രവർത്തിപ്പിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ ക്ലോസ്ലി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് എന്താ ഇൻ സർവീസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇറ്റ് ഈസ് thus a planned instructional or training program given by an employee agency in the employment setting. അതായത് എംപ്ലോയ്മെന്റ് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ പ്ലാൻഡ് ആയിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ കോഴ്സിൽ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇതൊക്കെ ഓക്കെയാണ്, നെക്സ്റ്റ് ഇവർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ അഡീഷണൽ ചെയ്യുന്നുണ്ടോ, ഇവര് എന്താണ് ഡിസ്ചാർജ് ചെയ്ത് പോകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റലി അവരെ ക്ലോസ്ലി ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ് എന്ത് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിലെന്താന്ന് നോക്കാം. ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. It involves a planned learning experience beyond a basic nursing education program. നമുക്കറിയാലേ, നമ്മള് ഒരു നഴ്സിംഗ് പഠിച്ച് ഇറങ്ങി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, അത് എക്സ്പീരിയൻസും നേടി അതിലൂടെ പൊരുത്തപ്പെട്ട് പോകണം അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. These are activities that happen after an individual has completed his basic education. അവരുടെ ബേസിക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. It involves a planned learning. അവർക്ക് അതിനനുസരിച്ചുള്ള അങ്ങനത്തെ കുട്ടികളുടെ ലേണിംഗ് ഒക്കെ ഉണ്ടാവും, എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ഇൻ കേസ് ഈ ബേസിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ആ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്താണ് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. നമുക്കറിയാലേ, ചില ഹോസ്പിറ്റലൊക്കെ ഇന്റേൺഷിപ്പിലൊക്കെ പറയുന്നത്, അതായത് ഇത്രയും അവര് അവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് അവരെ കൊണ്ട് ആദ്യം പഠിച്ചത്രയും എന്നുള്ള ഒരു എക്സ്പീരിയൻസ്, നമുക്ക് പഠിച്ചതെല്ലാം എന്നുള്ള എക്സ്പീരിയൻസോട് കൂടിയിട്ട് ക്യാച്ച് ചെയ്യാനുള്ള ഒരു സമയം, അതൊക്കെയാണ് എന്ത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠിച്ചത് മാത്രമേ ഉള്ളൂ, ബാക്കി ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത് എന്താണ് ഇത്തരത്തിലുള്ള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനോട് കൂടിയാണ് എക്സ്പീരിയൻസ് അവർക്ക് സ്വായത്തമാക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്യാവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും വേർഡ് മീനിങ് ആണോ അതോ ക്ലിയർ ആവാനായിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് പോയിന്റ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത്? ഹലോ, നോക്കാം ഏത് പോയിന്റ് ആണോ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു നിർത്തിയ പോയിന്റ് ആണോ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ അല്ലെ. കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ഓൾ ദ ലേണിംഗ് ആക്ടിവിറ്റീസ് that happen after an individual has completed his basic education. അത് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി എന്താണ് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി, അദ്ദേഹം എന്താണ് ശരിക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നഴ്സിംഗ് പഠിക്കുന്നതോടുകൂടി അത് നേടിയിരിക്കും, ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് അറിവ് നേടിയിരിക്കണം. ഇറ്റ്സ് ഓൾ ദ ലേണിംഗ് പഠിച്ചിട്ടുണ്ടാവും. ആക്ടിവിറ്റീസ് ഹാപ്പൺ ആഫ്റ്റർ ആൻ ഇൻഡിവിജ്വൽ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ബേസിക് എഡ്യൂക്കേഷൻ. അപ്പൊ അതിലുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് വരുന്നതെന്നുള്ള ലേണിംഗ് അവര് നേടിയിട്ടുണ്ടാവും. It involves a planned learning experience beyond a
ബേസിക് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇതിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്? ഈ പ്ലാന്റ് ലേണിംഗ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം, ഈ നമ്മുടെ പഠിച്ചിരിക്കുന്ന നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ് എക്സ്പീരിയൻസിലൂടെ കാണിക്കുന്നത്. എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണല്ലോ അത് ശരിക്കും ആക്ടിവിറ്റിയിലൂടെ അല്ലെ, പ്രവർത്തനത്തിലൂടെയാണ് ശരിക്കും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, കാഴ്ചവെക്കുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് പ്രസന്റ് ചെയ്യാനുള്ള കഴിവിലാണ് ശരിക്കും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ എബിലിറ്റി എന്ന് പറയുന്നത്, സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എന്താണ്? കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. പൊതുവെ കിട്ടുന്നത് നമുക്കറിയാം, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ ചിലപ്പോൾ ഇന്റേൺഷിപ്പ് ഒക്കെ അവർ ഓഫർ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ് അവർ നേടിയെടുക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. നമ്മളങ്ങനെ ഓർമ്മിച്ചാൽ മതി. നമ്മുടെ ഇന്റേൺഷിപ്പ് പോലെയുള്ള സൗകര്യങ്ങളാണ് ഈ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത്. അതായത് പഠിച്ച കാര്യങ്ങൾ ചിലപ്പോൾ മിക്കവാറും അവർക്ക് എന്താണ് സാലറി ഒന്നും കിട്ടണമെന്നില്ല ചിലർക്കൊന്നും, പക്ഷെ ഈ ട്രെയിനിങ് നടത്താനായിട്ട് സൗകര്യം അവർ ചെയ്തു. ട്രെയിനിങ് മസ്റ്റ് ആണല്ലോ. ഈ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആവശ്യകത എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പഠിച്ചിറങ്ങിയാൽ മാത്രം പോരല്ലോ, ട്രെയിനിങ് കൂടി ആവശ്യമാണ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്താ പറയുക കോൺഫിഡൻസോട് കൂടിയിട്ട് മറ്റ് സ്ഥാപനങ്ങൾ, അതേമാതിരി തന്നെ സ്ഥാപനങ്ങളും എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അത് ഉദ്ദേശിക്കുന്നത്. ഇതെന്നാകം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വലിയ വലിയ പ്രൊഫഷണൽ ആയിരിക്കും അല്ലെ. സർവീസ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആക്ച്വലി അവര് നേരത്തെ പ്രോസസ് ചെയ്യുന്നുണ്ടാവും, നല്ല സാലറി ഓറിയന്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സേവനം കൂടി നോക്കിയിട്ടാണ് അവര് സാലറി ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് ജോബ് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജോലി കൊടുക്കുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ സാലറികളോട് ഓഫർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രെയിനിങ്ങുമാണ്. ഓക്കെ, ഇൻഡക്ഷൻ ട്രെയിനിങ്ങിൽ ജസ്റ്റ് ട്രെയിനിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ 4 ട്രെയിനിങ് കാര്യങ്ങളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോ എനിക്ക് തോന്നുന്നു ഒത്തിരി കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയാണ്. അതായത് ഓരോ നഴ്സിംഗ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന കുറച്ച് നഴ്സിംഗ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അല്ലെ. ഡയറക്ടർ, സൂപ്പർവെന്റ്, സുപ്പീരിയർ, എന്താ പറയുക ഇൻചാർജ് നഴ്സ്, നമ്മൾ ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ഒക്കെ പറഞ്ഞ ഇൻചാർജ് പേഷ്യന്റ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു രൂപരേഖയും അവരുടെ ഹൈറാർക്കിയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഓരോരുത്തരുടെയും കുറച്ച് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതുകൂടി നമ്മൾ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇതുവരേക്കുമാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അത് വ്യത്യസ്ത തരത്തിലുള്ള പേരുകൾ മെയിൻ ചെയ്തിട്ടാണ് അവര് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കൂടി ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിന്റെ ആ ഒരു മേഖലയിലേക്ക് കടന്ന് തീരാനായിട്ട്. അപ്പോ കുഴപ്പമില്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തേ. ഓക്കെ ഓക്കെ. അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റ്. അപ്പൊ അതിലെന്താ പറയുന്നത് വെച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റ്? നമ്മൾ നേരത്തെ കണ്ട സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ ഗുണങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. നമുക്കിപ്പോ ഇതേമാതിരി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്താണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലെ, നമുക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. ജനറേറ്റ് എ പോസിറ്റീവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഫെസിലിറ്റേറ്റ് ഓപ്പൺസ് ദ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് മറ്റുള്ളവരായിട്ട് അല്ലെ, നമുക്ക് ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരൊക്കെ അവരുടെ ഹെൽപ്പും കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാ അവർക്ക് എല്ലാവരോടും നമുക്ക് ആശയവിനിമയം നടത്താനൊക്കെ ആയിട്ടുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ചാനൽ, അതായത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അവരോടൊക്കെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഫെസിലിറ്റി, ഒരു സൗകര്യം ഉണ്ടാവും. പിന്നെ പാസ് ഓവർ ഓർഗനൈസേഷൻ മെസ്സേജ് ടു വർക്കേഴ്സ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് മെസ്സേജുകളെല്ലാം പാസ് ചെയ്യാനായിട്ട് അല്ലെ. നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരു ലിങ്ക് പോലെയാണല്ലേ, നമുക്ക് അവിടെ നിന്ന് ഡോക്ടേഴ്സ് തരും, അതേപോലെ നഴ്സുമാർക്ക് ചിലപ്പോൾ ലാബ് റൂം, ചിലപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ മേഖലകളിലൊക്കെ കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ എന്ത് തരത്തിലാണെങ്കിലും മെസ്സേജുകളൊക്കെ വർക്കേഴ്സിനൊക്കെ എത്തിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതും നമുക്ക് എന്താണ് ഈ സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ, അതായത് ട്രെയിനിങ് പ്രോസസ്സിലൂടെ കിട്ടും. ദെൻ ഈസി ആക്സസ് ടു നോളജബിൾ കോളേജസ് ത്രൂ, അതായത് സഹപ്രവർത്തകർ, കോളേജസ് എന്ന് വെച്ചാൽ സഹപ്രവർത്തകർ വഴി നമുക്ക് അറിവുകളല്ലേ, അറിവുകളെല്ലാം വളരെ ഈസി ആയിട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അവർ പറഞ്ഞു തന്നെ മനസ്സിലാക്കിയാണല്ലോ. ട്രെയിനിങ്ങിലൊക്കെ പൊതുവെ
അവർ നമുക്ക് കാണിച്ചു തരും, പറഞ്ഞു തരും. അങ്ങനെ ഈസി ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണൊക്കെ പറയുന്നത്. കേസ് നമുക്കറിയില്ല, ചിലതൊന്നും ഇതൊന്നും പ്രായോഗികമാകണമെന്നില്ല. പക്ഷെ ഇതെല്ലാം എന്താണ് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ഈസി ആക്സസ് ടു നോളജ്, കോളേജസ് ടു സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ഈസി ആയിട്ട് നോളജ് അറിവുകളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടിയാണ്. ഇതെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് നോക്കാം റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ്. എന്താണ് അവരുടെ റോൾ? അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറയുന്നത് പോലെ ഭാഗത്താണ് അവർ ആ ഡെവലപ്മെന്റിന്റെ ആ ഒരു രീതി അവസാനിപ്പിക്കുന്നത്. നോക്കാം. യൂസ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് വെൻ ഹെൽപ്പിംഗ് എംപ്ലോയീസ് ടു ലേൺ ന്യൂ സ്കിൽസ് ഓർ ഇൻഫോർമേഷൻസ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും പ്രിൻസിപ്പിൾസും തത്വങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ ഇങ്ങനെ നഴ്സുമാർക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എന്താണ് പുതിയ പുതിയ സ്കില്ലുകളും ഇൻഫോർമേഷൻസ് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ പഠിച്ചെടുക്കുന്നവരിൽ നിന്ന് പഴയ രീതിയിൽ പഠിച്ച വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പഠന രീതികളൊക്കെ ആയിരിക്കും. അതേമാതിരി തന്നെ നമുക്കറിയാം ആരോഗ്യപരമായ മേഖല എന്ന് പറയുന്നത് എപ്പോഴും പുതിയ രോഗങ്ങളൊക്കെ വരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറെ ടെക്നിക്സും കാര്യങ്ങളും അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ കണ്ടെത്തുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ അതുമായ രീതിയിലുള്ള പുതിയ പുതിയ പഠനങ്ങളുണ്ടാവും. അപ്പൊ പുതിയ സ്കില്ലുകളും ഇൻഫോർമേഷൻസ് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. then use teaching techniques that strengthen staff. അതേമാതിരി തന്നെ നമുക്കറിയാലേ ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോഴും അവരെന്താണ് സ്റ്റാഫുകളിൽ നിന്ന് കുറെ പഠിക്കുകയാണ് ചെയ്യുന്നത്. പഠിപ്പിച്ചു കൊടുക്കാനുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് ചിലർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും, ചിലർക്ക് അത് പറഞ്ഞു കൊടുക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കാം, ചിലപ്പോൾ അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും. അപ്പൊ അത് ടെക്നിക്സ് ആണ്, അതൊരു ടീച്ചിങ് ടെക്നിക് ആണ്. അതൊക്കെ വളർത്തിയെടുക്കും, സ്ട്രെങ്തൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. then continuously assess the learning needs of each unit. എപ്പോഴെപ്പോഴും എന്താണ് നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലീഡേഴ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. നമുക്കറിയാം എല്ലാ എംപ്ലോയീസും കുറച്ചു പേരൊക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അല്ലെ, നമ്മൾക്ക് അഭ്യസ്തവിദ്യർ എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ തന്നെ വൈദ്യുതിക്കുറവുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെയുള്ളവർക്കും എന്താണ് നോളജ് ഒക്കെ പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ലീഡേഴ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽ ഡെഫിസിറ്റ്. വൈദ്യുതിക്കും പറഞ്ഞതാണെങ്കിൽ കൂടിയും അവർക്കും നോളജ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിനുള്ള റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റിൽ പറയുന്ന കുറച്ച് റോളുകളാണ്. ഓക്കെ ആണോ? നമുക്ക് താഴേക്ക് നോക്കാം. നിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. മൂന്നാമത്തെ പോയിന്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി അസസ് ലേണിംഗ് അല്ലെ. കണ്ടിന്യൂസ്ലി അസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയിരുത്തുക എന്ന് ഞാൻ അസസ് എന്ന് പറയുമ്പോൾ വിലയിരുത്തുക. നമ്മുടെ പഠന മികവ് നമുക്ക് എപ്പോഴും വിലയിരുത്തിക്കൊണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നീഡ് ഓഫ് ഈച്ച് യൂണിറ്റ്, ഓരോ യൂണിറ്റ് നമുക്കറിയാം അല്ലെ. നഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് സെപ്പറേറ്റ് ചെയ്ത ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവും, ചിലപ്പോൾ വേറെ എന്താ പറയുക ഡെയിലി എന്ത് ചെയ്യുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഇതികളിലൊക്കെ എന്താണ് ഓരോ യൂണിറ്റുകളാണ്. അപ്പൊ അവിടേക്ക് എന്താണ് കൂടുതലായിട്ടും പഠിച്ചിട്ട് കുറെ അറിവുകളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വിലയിരുത്താനും ഒപ്പം തന്നെ ലേൺ ചെയ്യാനും പഠിച്ചെടുക്കാനും സാധിക്കും. കണ്ടിന്യൂസ്ലി നമുക്ക് നഴ്സിംഗ് ഹൈറാർക്കി അതിന്റെ ഫംഗ്ഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഇത് ഈസി ആയിട്ടൊരു തോന്നുന്നു ടോപ്പിക്കാന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചൊന്നും തുടങ്ങിയിരിക്കാം, എല്ലാവരും ഒന്നും എടുക്കുന്നില്ല. കുറച്ചെങ്കിലും തുടങ്ങി വെച്ചാലാണ് നമുക്ക് ഈ ചാപ്റ്ററോടൊപ്പം പുതിയ ചാപ്റ്റർ ഒന്നും സ്റ്റാർട്ട് ചെയ്തെങ്കിലേ വെക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇനി മൺഡേ ഫ്രൈഡേ ആണ് മിക്കവാറും ക്ലാസ് ഉള്ളത്. ഈ മൺഡേ ഫ്രൈഡേ ആണെങ്കിൽ എന്തെങ്കിലും മാറ്റർ വന്നിട്ട് ക്ലാസ് മിസ്സാവുകയും ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ മൺഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും നമുക്ക് ക്ലാസ് കിട്ടിയില്ല. അങ്ങനെ വരുമ്പോൾ ഈ പോർഷൻസ് അവിടെ ഡൗൺ ആവും. മറ്റു ടീച്ചേഴ്സിന്റെ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എക്സാമിൽ പറയുന്ന ടൈമിനുള്ളിൽ ഇത് തീർക്കാനും സാധിക്കും. അതാണ് പ്രശ്നം വരിക. അതുകൊണ്ടാണ് ഇച്ചിരി ക്ലാസ്സിൽ പോകുന്നത്. എന്നാലും വലിയ പ്രശ്നമില്ല, നമുക്ക് ആ ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ എനിക്ക് തെറ്റാനായിട്ട്. അപ്പൊ എന്താ പറയാ, ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്ക് തുടങ്ങി വെച്ചേക്കാം ചെറുതായിട്ട്. അപ്പൊ പിന്നെ മറ്റു ചാപ്റ്റർ ഒന്ന് തുടങ്ങാനും ഇതേമാതിരി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ എന്താണ് നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. അവർ ആ നഴ്സിംഗിന്റെ ഒരു ശ്രേണി ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് മാത്രമുള്ള കാറ്റഗറി നിങ്ങളുടെ വയറ്റിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാറ്റസ് ഉള്ള നഴ്സുമാരെ നിങ്ങൾ കണ്ടിരിക്കും. അതായത് ചിലപ്പോൾ ഹെഡ് നഴ്സിനെ കാണാം, ചിലപ്പോൾ സൂപ്പർവിഷൻ ആയിട്ടുള്ള നഴ്സിനെ കാണാം, ചിലപ്പോൾ അസിസ്റ്റന്റ് അല്ലെ ഏതെങ്കിലും നഴ്സുമാർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന നഴ്സുമാരെ കാണാം.
സാധാരണ രീതിയിലെ സ്റ്റാഫ് നഴ്സുമാരെ കാണാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാറ്റസ് ഉള്ള നഴ്സുമാരൊക്കെ കാണാം. അപ്പൊ അത് തന്നെയാണ് അവരുടെ ഹൈറാർക്കി എന്ന് പറയുന്ന ശ്രേണി എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. The structure, ഇതെന്താ പറയുന്നത് നോക്കാം. The structure of orientation determines the employee behavior through the effects of a role, power, status, responsibility, authority and communication. അതായത് അതിന്റെ ഘടന എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ, അതായത് നഴ്സിംഗിന്റെ ആ ഹൈറാർക്കി ഉള്ള ഘടനയുടെ കാര്യം അത് ഡിറ്റർമിൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എംപ്ലോയീസ് ബിഹേവിയർ ത്രൂ ദ എഫേർട്സ് ഓഫ് റോൾ. അവരുടെ ആ നഴ്സുമാരുടെ റോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ശക്തി എന്നൊക്കെ പറയുന്നത് അവരുടെ കഴിവ് അല്ലേ, അവര് എന്താ പറയാ അവർക്ക് എത്രത്തോളം ഡിഗ്രി ഉണ്ട് അതൊക്കെയാണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഇത്രത്തോളം കാര്യങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത്ര നാം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള പവർ അല്ലേ, അവരെ അതിലേക്ക് അഭിമുഖീകരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ആ പവർ എന്താണ് ചില നഴ്സുമാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഡിഗ്രി സ്റ്റാറ്റസുകൾ ഉണ്ടാവും, ഒപ്പം തന്നെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ്, ആ ഒരു ഇന്ന ടൈമിലെല്ലാം അവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള പവർ ഉണ്ടാവും. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, ഇന്ന ഉത്തരവാദിത്തങ്ങളാണ് അവർ കൂടുതലായിട്ട് വഹിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തില്, ആ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ അതോറിറ്റി, അധികാരങ്ങൾ. അപ്പൊ ഇത്തരത്തിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ, മറ്റുള്ളവരോട് ഇടപെടുത്താനുള്ള ആ ഒരു കഴിവ്, സാമർഥ്യം എന്നൊക്കെ പറയുക, അപ്പൊ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, കുറച്ച് എന്താ പറയുക കീഴിലുള്ള സബോർഡിനേറ്റ്സിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ്, കമ്മ്യൂണിക്കേഷൻ, അവരോട് ആശയവിനിമയം നടത്താനുള്ള കഴിവ്, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് എന്താ ഈ സ്ട്രക്ചർ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. നഴ്സിംഗ് is a large department in every hospital, hence it has a hierarchy as a doctor's group. അതായത് നമുക്കറിയാലേ ഡോക്ടേഴ്സിനെ പോലെ എന്ന് പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജൂനിയർ ഡോക്ടർ, സീനിയർ ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാത്രം നഴ്സുമാരില് സീനിയേഴ്സ് നഴ്സുമാരെന്ന് പറയുന്നതിന് പകരം പറയുന്നതാണ് ഇദ്ദേഹം എന്താണ് നഴ്സിംഗ് ഡയറക്ടറാണ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്, സൂപ്പർവൈസർ ആണ്, ഈ നഴ്സ് സ്റ്റാഫ് നഴ്സ് ആണ് എന്നൊക്കെ പറയുന്ന പേരാണ്, ലേബലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഡോക്ടർമാരെ പോലെ തന്നെയുള്ള ഒരു ഹൈറാർക്കി സിസ്റ്റർമാർക്കും ഉണ്ട്, നഴ്സുമാർക്കും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് അവർക്ക് വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്താണ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ടാവും, അതേമാതിരി തന്നെ ഇത്തരം വർക്കിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും, ചില ഉത്തരവാദിത്തങ്ങൾ അവർ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള അതിന്റെ ബേസിലാണ് അവർക്ക് എന്താ ഈ പൊസിഷൻസ് ഒക്കെ കിട്ടുന്നത് എന്നുള്ളതാണ്. നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി ഹോസ്പിറ്റൽ, hence it has a hierarchy as a doctor's group. ഡോക്ടേഴ്സിനെ പോലെ തന്നെ അവർക്കും ഒരു ഹൈറാർക്കി ഉണ്ട്. And it is necessary to understand different nursing classifications. അതുപോലെ തന്നെ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള നഴ്സിംഗ് ക്ലാസിഫിക്കേഷൻസും ഉണ്ടെന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ആ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്, നഴ്സിംഗ് ഡയറക്ടർ ആണ് ഏറ്റവും മുകളിലുള്ളത്, നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് അതിന് കീഴിലുള്ളത്, then third one എന്ന് പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അങ്ങനെ അത്തരത്തിലുള്ള രീതിയിലാണ് ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡയറക്ടർ, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അങ്ങനെ ഏറ്റവും കീഴിലുള്ളത് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണെന്നും മേലെയുള്ളത് നഴ്സിംഗ് ഡയറക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കാം. ഇനി ഫസ്റ്റ് വൺ നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ്. നഴ്സിംഗ് ഡയറക്ടറിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോർഡിനേറ്റ് ചെയ്യണം, അവർക്ക് ഡയറക്ട് ചെയ്ത്, അതായത് നഴ്സുമാരൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണോ, ഇന്നുള്ള നഴ്സുമാരാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ മാനേജ് ചെയ്യേണ്ടത്, അങ്ങനെ അവർക്ക് ഡയറക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് അവിടേക്കൊക്കെ പോകേണ്ടത്, അല്ലെങ്കിൽ ഇവരുടെ ഹെഡ് ഇന്ന പേഴ്സൺ ആയിരിക്കണം എന്നൊക്കെ ഡയറക്ട് ചെയ്യാനുള്ള പവർ അവർക്കാണ്, നഴ്സിംഗ് ഡയറക്ടർക്കാണ്. ഒപ്പം തന്നെ പറയുന്നു കോർഡിനേറ്റ് ഹെൽത്ത് സർവീസ്, എല്ലാവരെയും ഏകോപിപ്പിക്കാനുള്ള ഒരു ഇതും കൂടി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, നഴ്സിംഗ് ഡയറക്ടറുടെ കയ്യിലാണ്. The duties consist of supervising on nursing staff and looking after patient care as well as administrative functions like record keeping, budgeting, etc. അതായത് നമ്മൾക്കറിയാം സ്റ്റാഫ് നഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യാം, ഇവരൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, അവിടെ പേഷ്യൻസിനോടൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത്, ഒരു സൂപ്പർവൈസറി പോസ്റ്റില് അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യാനായിട്ട് ഇവരുടെ ഡ്യൂട്ടിയിലുള്ളതാന്ന് പറയുന്നു. ഞാൻ മിനിമം ദേ റിക്വയർ co-workers or a bachelor degree
in nursing along with at least 10 years experience ടീമുടെ ഫേംസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇവിടുത്തെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ എന്താണ് ഇതേ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസും കൂടി മിനിമം ഉണ്ടായിരിക്കണം. ആരാവണെങ്കിലാണ് നഴ്സിംഗ് ഡയറക്ടർ ആവണം. നഴ്സിംഗ് ഡയറക്ടർ ആണെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടാവണം. ഒപ്പം തന്നെ ഇതേ ഫീൽഡിലൊക്കെ കോവർക്കേഴ്സിനോടൊപ്പം അവരോടൊപ്പം തന്നെ സേവനം ചെയ്തിരിക്കുന്ന 10 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഇവർക്ക് ഉണ്ടായിരിക്കുമെങ്കിൽ മാത്രമേ നഴ്സിംഗ് ഡയറക്ടർക്ക് പോസ്റ്റ് ലഭിക്കൂ. പിന്നെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞ മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ്. ടു ഡയറക്ടർ ഓവർസീ ആൻഡ് എവാലുവേറ്റ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫിലേക്ക് ഡയറക്ട് ചെയ്യുക. അതേപോലെ തന്നെ അവരൊക്കെ വിലയിരുത്തുക. വിലയിരുത്തുക ഡ്യൂട്ടീസ്. ഓക്കെ, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാനല്ലേ, നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും കൊടുക്കാനായിട്ട് സാധ്യതയുള്ള ഡ്യൂട്ടി അവർക്ക് വേണം. ടു ഗൈഡ് സ്റ്റാഫ് പ്രൊസീജിയേഴ്സ്, അവർക്കൊക്കെ നല്ല ഗൈഡ് കൊടുക്കും. ഇന്ന രീതിയിലാണ് നിങ്ങൾ പോകേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ സാധിക്കുള്ളൂ എന്നൊക്കെയുള്ള ഗൈഡ് കൊടുക്കുക. പിന്നെ ടു സെറ്റ് ലോങ് ടൈം ഗോൾ ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. അതേമാതിരി തന്നെ വലിയ തരത്തിലുള്ള ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് വേണം, അല്ലെങ്കിൽ ഇത്രത്തോളം ഫങ്ഷൻസ് അല്ലെ, ഇത്രത്തോളം ഓപ്പറേഷനൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ലോങ് ടൈം ആയിട്ടുള്ള ഗോളുകൾ, ലക്ഷ്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഉറപ്പ് വരുത്താനായിട്ടൊക്കെയുള്ള ഡ്യൂട്ടീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർമാരുണ്ട്. Then arrange and coordinate admission, nursing and patient care procedure. അതേമാതിരി എന്തെങ്കിലും അഡ്മിഷനോ അല്ലെങ്കിൽ നഴ്സിംഗ് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക, അതൊക്കെ ഏകോപിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇദ്ദേഹത്തിന്റെയാണ്. ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ബോത്ത് ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യൻസ് ഇഷ്യൂസ്. അതായത് ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. അവരുടെ ചികിത്സാ രീതികൾ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മേഖലകളായിട്ട് തിരിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാരാണ് നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറുടെ ഉത്തരവാദിത്തമാണ്. റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ഏതെങ്കിലും മാനേജ്മെന്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ആ മാനേജ്മെന്റിനോട് റെസ്പോൺസിബിൾ ആയിരിക്കും ഇവര്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ആവശ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നീക്കാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഡയറക്ടറിന്റെ കൂടി ഒരു കുട്ടിയാണെന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വരെയൊക്കെ ഇരിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട്, നിങ്ങൾക്ക് എന്തായാലും വായിച്ചു നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
പോയിന്റ് പറഞ്ഞേ. 7 എന്ന് പറയുമ്പോ ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരത്തെ പറഞ്ഞ ഡയറക്ടർ എന്നാണ് കുറച്ച് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ലോങ് ടൈം ആയിട്ടുള്ള ഗോൾ എന്തെങ്കിലും കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ എന്താ പറയുക വികസനത്തിന്റെ ആവശ്യകതയുണ്ടോ, കുറച്ച് നഴ്സുമാരെ കൂടെ കണ്ടക്ട് ചെയ്തിട്ട് ഈ മേഖലത്തിൽ വിപുലീകരിക്കേണ്ടതുണ്ടോ, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ അതാണ് പറയുന്നത്. ടു സെറ്റ് ലോങ് ടൈം ഗോൾ ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. അത് ഉറപ്പുവരുത്തുന്ന കാര്യം ഡ്യൂട്ടിയാണ്, നമ്മുടെ നഴ്സിംഗ് ഡയറക്ടറിന്റെ ഡ്യൂട്ടിയാണ്. ടു സെറ്റ് ലോങ് ടൈം ഗോൾ ഫോർ ദ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ആ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യകരമായിട്ടുള്ള ലോങ് ടൈം ആയിട്ട് നീണ്ടു നിൽക്കുന്ന കുറച്ച് ആദ്യം കൂടി ഉപയോഗപ്രദമാക്കാവുന്ന തരത്തിലുള്ള ഗോൾ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻഷുർ അത് ഉറപ്പിക്കേണ്ടത് ആരാണ്? നമ്മുടെ ഡയറക്ടർ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെയാണോ? അപ്പോ എന്താണ് നമുക്ക് നെക്സ്റ്റ് വേറെ എന്തെങ്കിലും? സ്റ്റാഫ് ഡെവലപ്മെന്റില് തേർഡ് പോയിന്റ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. അതാണോ സ്റ്റാഫ് ഡെവലപ്മെന്റിലെ തേർഡ് പോയിന്റ് ആണോ? മെന്റലിറ്റീസ് വെസ്റ്റഡ് എംപ്ലോയീസ്. മെന്റലിറ്റീസ് വെസ്റ്റഡ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ഇവിടെയാണോ പറഞ്ഞത്? വേറെ പ്ലേസിലല്ലേ? അതായത് എന്താണ് നമ്മള് ഇവിടെ സ്റ്റാഫ് ഡെവലപ്മെന്റില് മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവർക്ക് നോളജ് ഉണ്ടാവും അല്ലെ, സ്റ്റാഫുകൾക്ക് അറിവുണ്ടാവും, സ്കിൽ ഒക്കെ അതേമാതിരി തന്നെ കഴിവുണ്ടാവും. പക്ഷേ മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് മെന്റലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ചില മാറ്റേഴ്സുകളെ മെന്റലി ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി വേണം. ഇപ്പോ നഴ്സുമാർക്ക് പഠിച്ചുള്ള അറിവുണ്ടാവാം, ഒപ്പം തന്നെ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ചില നഴ്സുമാർ നഴ്സിംഗ് ഫീൽഡ് തെരഞ്ഞെടുക്കാത്തതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ആ കാര്യങ്ങളൊക്കെ ചിലപ്പോ അതായത് തുന്നി കെട്ടുന്നത് അല്ലെങ്കിൽ ബ്ലഡ് കാണുമ്പോൾ തളർക്കം വരിക അങ്ങനെയൊക്കെ വരില്ല. അപ്പൊ മെന്റലി അവര് അതിനെ ഫേസ് ചെയ്യാനോടെ ആവേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇതാണ് മെന്റലിറ്റീസ് ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ്. അതുകൂടി അതിൽ പെടുത്തണം. അതില് എന്താ പറയുക ആ എംപ്ലോയ്മെന്റ് നഴ്സിംഗ് എന്ന എംപ്ലോയ്മെന്റ് ചെയ്യണമെങ്കിൽ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് അവർ മെന്റലിയും കൂടി കേപ്പബിൾ ആകണം എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി എന്തെങ്കിലും ഓഫ് വെസ്റ്റഡ് എംപ്ലോയീസ് അതാണോ മറ്റേ ഇവര് ചോദിച്ചിട്ടെന്ന് അറിയില്ല. മെന്റലിറ്റീസ് വെസ്റ്റഡ് എംപ്ലോയീസ് ഓക്കെ നിക്ഷിപ്തമായിരിക്കണം. ആ എംപ്ലോയില് ഇതും കൂടി മെന്റലിയും കൂടി ഫേസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. ഇവിടെ ആരോ എന്തോ ചോദിച്ചു. ഇവിടെ ആരെങ്കിലും ടൈപ്സ് ഓഫ് സ്റ്റാഫ് ഡെവലപ്മെന്റിൽ ആരെങ്കിലും ചോദിച്ചിട്ടില്ല? തന്നെയായിരിക്കും ചോദിച്ചു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ ഇത്തിരി എന്താ പറയാ വീട്ടിലാണ് പോയെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നണം. അത്യാവശ്യം മനസ്സിലാക്കി തന്നെ പോയത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അതുകൊണ്ടാണ് കുറച്ച് സമയം ഡൗട്ട് ക്ലിയറിങ്ങിന് ഇതിൽ വെച്ചത്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം എടുത്ത് പോവുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾ എന്തായാലും എന്താണ് നമ്മുടെ ചാപ്റ്റർ ലേബർ റൂം കൊണ്ടുവരണം. ലേബർ റൂമും കൂടി നിങ്ങൾ ഒപ്പം കരുതണം. അഡ്മിനിസ്ട്രേഷനും ലേബർ റൂമും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്റെ ഭാഗത്തു നിന്നുള്ളത് ഓക്കെ ആകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം.
എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ജസ്റ്റ് ഒന്ന് ഇത് എനിക്ക് തോന്നുന്നു ഇതില് ട്രെയിനിങ് എന്നുള്ള നമ്മള് ഒരു നഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഹോസ്പിറ്റൽ നിങ്ങൾ അങ്ങനെയൊന്ന് കൺസിഡർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ പഠിക്കാൻ എളുപ്പം തോന്നും. ഒരു നഴ്സിനെ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നു. ഒരു നഴ്സിനെ നമ്മള് എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അപ്പൊ ആ ചിലപ്പോൾ പഠിച്ച ഫ്രഷേഴ്സ് ആണെങ്കിൽ എന്താണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അഥവാ നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി പോലത്തെ ഹോസ്പിറ്റലാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ട്രെയിനിങ് കൂടി കിട്ടിയേക്കുന്ന പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ എത്രത്തോളം കഴിവുള്ള വ്യക്തിയാണെന്ന് ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നെ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ അപ്പോയിന്റ്മെന്റ്സിലേക്കൊക്കെ എത്തിക്കുക. നെക്സ്റ്റ് പറയുന്ന സ്റ്റാഫിങ്, അതായത് അവരുടെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ വെച്ചിട്ട് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും നമുക്ക് അറിയില്ല. കാരണം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ മനസ്സിലായി പോകും. ഇത് പ്രശ്നമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പക്ഷെ വായിച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സെയിം, അതെ ഓൾമോസ്റ്റ് ഇത് സെയിം കാര്യം തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ ഹോസ്പിറ്റലിന്റെ കാര്യം തന്നെ നമ്മള് എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു മേഖല ക്ലാസ് ഏത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴും ആ പ്ലേസിലേക്ക് നമ്മളങ്ങനെ ഇറങ്ങി ചെല്ലുക, നമ്മള് അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനൊപ്പം ക്ലാസ്സുകളും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്ത് പോകാൻ. പിന്നെ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ചില മെഷീൻസിന്റെ പേര്, ചില അസുഖങ്ങളുടെ പേര്, പിന്നെ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോഴും ചോദ്യങ്ങളിലേക്ക് എല്ലാവരും ഉൾപ്പെടുത്തിന്ന് വരില്ല. ചിലപ്പോ എപ്പോഴും എന്താ പറയുക അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ക്യാച്ച് ചെയ്ത് പറ്റും. അതല്ലെങ്കിൽ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്ന ഒരു കാര്യം തന്നെയാണ്. കോമൺലി കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇതാണെങ്കിലും അതെ, ചിലർക്ക് ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അത് മനസ്സിലാക്കി പോകാൻ മതി. അപ്പോ നിന്റെ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല? വെന്റിലേറ്ററിന്റെ നിങ്ങൾ പറയുന്ന ചാപ്റ്റർ 29 ആണ് കേട്ടോ. 29 ആണ്. അപ്പോ നമ്മള് വെന്റിലേറ്റർ കോട്ടയം ലേബർ റൂമിന്റെ ചാപ്റ്റർ 29 നിങ്ങൾ കൊണ്ടുവരിക. ഒപ്പം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെയും ചാപ്റ്റർ കൊണ്ടുവരിക. നമുക്ക് ബാലൻസ് ഉള്ള പോർഷൻസ് കവർ ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഫസ്റ്റ് തുടങ്ങിയ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണോട്ടോ, വെറുതെ വിട്ട് പോകരുത്. കാരണം നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്തെന്ന് വെച്ച് നമുക്കറിയാവുന്ന മേഖലയാണ് ഇത്. ജസ്റ്റ് അത് തന്നെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് അതിന്റെ ഉപയോഗം തന്നെ സ്റ്റാഫുകളുടെ ഉപയോഗം, സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കുന്ന കഴിവ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ പേഷ്യൻസിനെ വെച്ചിട്ടുള്ള സ്റ്റാഫുകളുടെ അപ്പോയിന്റ്മെന്റ്സ്, ഡയറക്റ്റ് കെയർ ചെയ്ത് കൊടുക്കേണ്ടത്, ഇൻഡയറക്റ്റ് കെയർ ചെയ്യേണ്ടത്, അതൊക്കെ നമുക്കറിയാവുന്ന ഒരു മേഖല തന്നെയാണ്. പിന്നെ സ്റ്റാഫിന്റെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് ഒക്കെ എന്താണ് വർദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ എന്താണ് ട്രെയിനിങ് കിട്ടുന്ന മേഖലകൾ, ഇൻഡക്ഷൻ ട്രെയിനിങ്, ജോബ് ഓറിയന്റേഷൻ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ആ ഹെഡ്ലൈൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാല് ഇൻഡക്ഷൻ ട്രെയിനിങ് വരുമ്പോൾ തന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്. ജോബ് ഓറിയന്റേഷന്റെ ജോബിനോടൊപ്പം തന്നെ അവർക്ക് റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നതോടൊപ്പം തന്നെയാണ് ട്രെയിനിങ്. സർവീസ് എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞു, അവർക്ക് ഒരു ടാർഗറ്റ് ഒക്കെ കൊടുത്തിട്ടല്ലേ, അവർക്ക് നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് ആ ട്രെയിനിങ് കൊടുക്കുന്നത്. ഞാൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക പഠിച്ചിറങ്ങിയിട്ട് ഒരു എക്സ്പീരിയൻസിന്റെ ആവശ്യകതയുണ്ട്. അതിലൂടെയാണ് കുറച്ച് വിവരങ്ങൾ സമ്മാനിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അഡ്വാൻറ്റേജസ്, പിന്നെ റോൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് ഡെവലപ്മെന്റിന്റെ റോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്. പിന്നെ ഹൈറാർക്കി ഫങ്ഷൻസ് വരുമ്പോൾ കുറച്ച് ഫങ്ഷൻസിന് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ച് വരും. പക്ഷെ ഹൈറാർക്കി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും അല്ലെ. എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഉള്ള നഴ്സുമാരെ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, ഇനി പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.